നമസ്തേ, ഞാൻ ശോഭന. ഈസി हिंदी ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. तो बच्चों, पिछली कक्षा में हमने बीरबहुटी नामक कहानी के पहले भाग का परिचय पाया है ना. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബീർബഹുട്ടി എന്നുള്ള കഥയുടെ ആദ്യ ഭാഗമാണല്ലോ പരിചയപ്പെട്ടത്. बारिश के मौसम में प्रकृति में हुए परिवर्तन क्या क्या है, इसके बारे में हम समझ सके. അപ്പോൾ മഴക്കാലത്ത് പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് അത്രയും പാഠഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റി. स्कूल के रास्ते में बीरबहुटियों को खोजते साहिल और बेला नामक दो स्कूली बच्चों को हमने देखा. അതുപോലെ തന്നെ സ്കൂളിലെ വഴിയിൽ ബീർബഹുട്ടികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹിൽ, ബേല എന്ന രണ്ട് സ്കൂൾ കുട്ടികളെ നമുക്ക് കാണാൻ പറ്റി. ഉൻകി ദോസ്തി കാ പരിചയ മിൽനെ വാലെ പ്രസംഗ് സെ ഹം ഗുസർ ഗയെ. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠഭാഗത്തു നിന്ന് നമുക്ക് ഈ രണ്ട് കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു സൂചനയും നമുക്ക് കിട്ടി. ബീർബഹുട്ടിയോം കി വിശേഷതായും ക്യാ ക്യാ ഹൈ, അതോടൊപ്പം ബീർബഹുട്ടികളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കിസ്കോ കലമേ സ്യാഹി ഭർവാനി ഹെ, ഈ രണ്ട് കുട്ടികളിൽ ആർക്കാണ് പേനയിൽ മഷി നിറപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും നമുക്ക് പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റി. तो बच्चों, हम आगे की ओर चलें. നമുക്കിനി മുമ്പോട്ട് പോവാം അല്ലേ, അടുത്ത പാഠഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത ഭാഗം നോക്കാം. ഇവിടെ സാഹിലും ബേലയും പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതെല്ലാം വഴികളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിത്രം ലേഖകൻ നമ്മളുടെ മുന്നിൽ തുറന്ന് കാണിക്കുകയാണ്. 1981 का साल. 1981 का साल എന്താ 1981? 1981 ആണ് വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിൽ ജയ്പൂരിനടുത്ത് സവാരി ഗാഡിയോം ഓർ മാൽഗാഡിയോം സെ സദാ ഭര ഫുലേര ജംഗ്ഷൻ, യാത്രക്കാരുടെ വണ്ടികളും അതുപോലെ തന്നെ ചരക്ക് വണ്ടികളെ കൊണ്ടും നിറഞ്ഞ, എല്ലായ്പ്പോഴും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ, തിക്കും തിരക്കുമുള്ള ഫുലേര ജംഗ്ഷൻ. തോ ഫുലേര ജംഗ്ഷൻ കേസാ ഹേ വോ, എങ്ങനെയാണ് ഫുലേര ജംഗ്ഷൻ? യേ കഹാം പർ സ്ഥിത് ഹേ, എവിടെയാണ് ഈ ഫുലേര ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ മേ ജയ്പൂർ കെ നസ്ദീക്. നസ്ദീക് മാനെ പാസ്. ജയ്പൂർ മേ രാജസ്ഥാനിൽ ജയ്പൂരിനടുത്ത് ഉള്ള ഒരു ജംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമമാണ് ഫുലേര എന്നത്. അപ്പോൾ ആ ഫുലേര എന്ന ഒരു ജംഗ്ഷൻ എങ്ങനെ നിറഞ്ഞതാണെന്നാണ് പറയുന്നത്? സവാരി ഗാഡിയോം ഓർ മാൽഗാഡിയോം സേ സദാ ഭര ഫുലേര ജംഗ്ഷൻ. യാത്രാവണ്ടികൾ കൊണ്ടും ചരക്ക് വണ്ടികൾ കൊണ്ടും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫുലേര ജംഗ്ഷൻ ഇവർ എത്തിച്ചേർന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് അവർക്ക് മഷി നിറയ്ക്കേണ്ടത്. सन 1981 का वर्ष है. 1981 വർഷം. അവർ രാജസ്ഥാനിൽ ജയ്പൂരിനടുത്തുള്ള ഫുലേര ജംഗ്ഷനിലാണ്. ഈ ഫുലേര ജംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? എല്ലായ്പ്പോഴും വണ്ടികൾ കൊണ്ട്, ചരക്ക് വണ്ടികൾ കൊണ്ടും യാത്രാവണ്ടികൾ കൊണ്ടും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കൊക്കെ ഉള്ള ഒരു ജംഗ്ഷനാണ്. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. ലഗ്ഭഗ് മനെ ഏകദേശം, ഏതാണ്ട് എന്നൊക്കെ പറയല്ലോ അല്ലേ, അതാണ്. കസ്ബെ കി ലഗ്ഭഗ് സൂനി തങ്ക്, തങ്ക് മനെ സങ്കര, ഇടുങ്ങിയ. അപ്പം ആ കസ്ബയിലെ ഏതാണ്ട് സൂനി തങ്ക് ഗലിയ, സൂനി വിജനമായ, വിജനമായതും
തങ്ക് ഇടുങ്ങിയതുമായ ഗലിയ, എന്താ വഴികൾ, ഗലിയ. അപ്പോൾ കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. ആ കസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ടൗൺ, വലിയ ഗ്രാമം അല്ലേ? ചെറിയ ടൗൺ അല്ലെങ്കിൽ വലിയ ഗ്രാമം. ആ വലിയ ഗ്രാമത്തിലെ എങ്ങനെയുള്ള വഴികളാണ് ഇവിടെ പറയുന്നത്? ഗലി എന്ന് പറഞ്ഞാൽ തെരുവ് എന്നർത്ഥമുണ്ട്, വഴി എന്നർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, ഏതാണ്ട് അത് ഏറെക്കുറെ വിജനവും ഇടുങ്ങിയതുമായ വഴികളാണ്. ഗലിയോ മേ ഖാമോഷ് ഖഡേ ബിജ്ലി കെ ഖംബെ, ആ വഴികളിൽ ഖാമോഷ് ഖഡേ, എന്താ ഖാമോഷ് ഖഡേ എന്നർത്ഥം? നിശ്ചലം, ഖാമോഷ് അല്ലേ, ചുപ്ചാപ്പ്, നിശ്ചലം നിലകൊള്ളുന്ന ബിജ്ലി കെ ഖംബെ, ഇലക്ട്രിക് പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റ്, ബിജ്ലി കെ ഖംബെ അവിടെ കാണപ്പെടുന്നതാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ നിശ്ചലമായി നിലകൊള്ളുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. പിന്നെ എന്താണ്? ഖംബോ കെ ബീച്ച് ഖിഞ്ചി താരോ കി കത്താരേ, ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ, കെ ബീച്ച് ഇടയിൽ, ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ, ഖിഞ്ചി, എന്താ ഖിഞ്ചി? വലിഞ്ഞു നിൽക്കുന്ന, താരോ കി കത്താരേ, കമ്പികളുടെ നിരകൾ, ഇലക്ട്രിക് ലൈൻ, ഇലക്ട്രിക് ലൈനുകളുടെ, വൈദ്യുത കമ്പികളുടെ എന്താണ്? നിരകൾ, കത്താരേ നിരകൾ, ഇതാണ് കാണപ്പെടുന്നത്. खम्भों के बीच खिंची तारों की कतारें, तो गलियों में खामोश खड़े बिजली के खंभे, खम्भों के बीच खिंची तारों की कतारें. ഈ വഴികളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിശ്ചലം നിലകൊള്ളുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ വലിഞ്ഞു നിൽക്കുന്ന ഇലക്ട്രിക് കമ്പികളുടെ ലൈനുകളും നിരകളും. इन गलियों में जान जान दिखाई पड़ते मीठी ഖണ്ഡിയാം ബജാത്തെ ഫേരി വാലേ, ഈ വഴികളിൽ എന്താണ് കാണുന്നത്? ജഹാൻ തഹാ, അവിടാവിടങ്ങളിലായി, അതായത് അവിടവിടങ്ങളിലായി എന്നാണ് എന്താ അർത്ഥം? അതായത് ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന എന്ത്? മീട്ടി ഖണ്ഡിയാം ബജാത്തെ, മധുരമായ ബെൽ ശബ്ദം മുഴക്കിക്കൊണ്ട്, ഹോൺ മുഴക്കിക്കൊണ്ട് ഉള്ള ഫേരി വാലേ. എന്താ ഫേരി വാലേ എന്ന് പറഞ്ഞാൽ? വഴിവാണിഭ കച്ചവടക്കാർ. അവരുടെ കയ്യിൽ ഒരു വിസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പീപ്പിളി പോലെ സാധനം ഉണ്ടായി, അതുകൊണ്ട് അതിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ ശബ്ദം കേട്ടാൽ ഇന്ന ആളാണ് പോകുന്നത്, ഇന്ന കച്ചവടക്കാർ വഴിയിലൂടെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനാണ് ആ ഹോൺ മുഴക്കുന്നത്. ഏ കന്ധേരീസി ഗലീമേ, പിന്നെ എന്താണ്? പിന്നെ കാണുന്നത് എന്താണ്? ഇരുണ്ട വഴിയാണ്. ഒരു ഇരുണ്ട വഴിയിൽ ഛേസാത് ഗദാം കി ഖുരാം കി ടാപ്പോം കി ആവാസേ, ഛേസാത് 6-7 ഗദോം കി കഴുതകളുടെ, ഖുരാം കി ടാപ്പോം കി ആവാസേ കഴുതകൾ നടക്കുന്ന അവരുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നു. ഏ കന്ധേരി സി ഗലീമേം, ഒരു ഇരുണ്ട വഴിയിൽ, ഛേസാത്ത് ഗതോം കി ഖുരോം കി ടാപ്പോം കി ആവാസേം 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നു. ഗധ, കഴുത. 6-7 കഴുത എന്ന് പറയുന്നത് എന്താ അർത്ഥം? അതൊരു അനിശ്ചിത സംഖ്യാവാചക വിശേഷണമാണ്. 6-7, 6-7, 8 ആവാം. എണ്ണം കറക്റ്റല്ല, കൃത്യമായിട്ട് പറയുന്നില്ല. അങ്ങനെ പറയുമ്പോഴാണ് അനിശ്ചിത സംഖ്യാവാചക വിശേഷണം എന്ന് പറയുന്നത്. 6-7 കഴുതകളുടെ ഖുര എന്ന് പറഞ്ഞാൽ കുളമ്പ്. ആ കുളമ്പിൻ്റെ ടാപ്പോങ്കി ആവാ, കുളമ്പ് ഇങ്ങനെ ഇട്ട് അടിക്കുന്ന ശബ്ദം, നിലത്ത് മുട്ടുന്ന ശബ്ദം, കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നു. ആവാസേം, ആവാസ് എന്നത് ശബ്ദം എന്നർത്ഥം. അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തൊട്ടു മുന്നേ കി ആവാസ് എന്ന് കൊടുത്തത് കേട്ടോ. ഉൻകെ പീച്ചെ ചൽത്ത എക് ബദൻ ഉഖാഡെ കുമാർ, ആ കഴുതകളുടെ പിറകിൽ ആര് നടക്കുന്നുണ്ട്? ഉൻകെ പീച്ചെ, അവയുടെ പിറകിൽ. അവയുടെ എന്ന് പറഞ്ഞാൽ വേ ജോഡ് കെ ആണ് ഉൻകെ. അപ്പം വേ എന്നത് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കഴുതകളെയാണ്. അപ്പം കഴുതകൾക്ക് പകരം ഉപയോഗിച്ച വാക്ക് വേ, വേനോട് കൂടെ കെ ചേർന്നപ്പോൾ ഉൻകെ. ഉൻകെ പീച്ചെ, അവർക്ക് പിറകിൽ, ചൽത്തായേക്ക് ബദൻ ഉഖാഡെ കുമാർ. എന്താ ബദൻ ഉഖാഡെ കുമാർ എന്ന് പറയുന്ന അർത്ഥം? ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം, എന്ന് പറഞ്ഞാൽ അവശനായ ഒരു കുമാർ. കുമാർ എന്ന് പറഞ്ഞാൽ
മൺപാത്രപ്പണി ചെയ്യുന്ന ആൾ, കുശവന്മാർ എന്ന് പറയും കേട്ടോ. ഒരു കുശവൻ നടക്കുന്നു, അതായത് ഒരു മുണ്ട കൊടുത്ത് എന്താ പറയുക, മുണ്ട് മാത്രം ധരിച്ചിട്ടുള്ള ഒരു അവശനായ ഒരു മൺപാത്രപ്പണിക്കാരൻ അവരുടെ പിറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുകയാണ്, കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. ഇസി ദൃശ്യക്കെ ബീച്ച് സേ, ഈ ഇത്രയും സീനുകൾക്കിടയിലൂടെ, ഈ കാഴ്ചക്കിടയിലൂടെ ഗുസർത്തെ കടന്നു പോകുന്ന ദോ സ്കൂളി ബച്ചേ, ബേല ഓർ സാഹിൽ, രണ്ട് സ്കൂൾ കുട്ടികൾ, ബേലയും സാഹിലും. അപ്പോൾ ബേലയും സാഹിലും കടന്നു വരുന്ന വഴികളെ കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? സ്ഥലത്തെ പറഞ്ഞു, ഫുലേര ജംഗ്ഷനാണ്. അതിലൂടെ അവരിങ്ങനെ നടന്നു നീങ്ങുകയാണ്, വിജനമായ വഴികളിലൂടെ നടക്കുന്നു. അതിലൂടെ എന്താണ് അവിടെ കാണുന്നത്? എന്താണ്? ഇലക്ട്രിക് പോസ്റ്റുകൾ കാണുന്നുണ്ട്, നിശ്ചലം നിലകൊള്ളുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ വലിഞ്ഞു നിൽക്കുന്ന ഇലക്ട്രിക് കമ്പികൾ, അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പികളുടെ ലൈനുകൾ. പിന്നെ എന്താണ്? വല്ലപ്പോഴും കടന്നു പോകുന്ന വഴിവാണിഭക്കാർ ഹോൺ മുഴക്കിക്കൊണ്ട് വഴിവാണിഭക്കാർ നടക്കുന്നു. പിന്നെ എന്താ കാണുന്നത്? 6-7 കഴുതകൾ നടന്നു പോകുന്ന അവരുടെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ആ കഴുതകൾക്കും പിറകിലൂടെ ഒരു മൺപാത്രം പണി ചെയ്യുന്ന ഒരു കുശവൻ നടന്നു വരുന്നുണ്ട്. ഈ സീനുകൾക്കിടയിലൂടെയാണ് 2 സ്കൂൾ കുട്ടികൾ, സാഹിലും ബേലയും, നടന്നു വരുന്നത് കാണുന്നത്. ഉൻ ദിനോ പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാത്തി ഥി. ഉൻ ദിനോ എന്ന് പറഞ്ഞാൽ അക്കാലത്ത്. ഏത് കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? 1981 അല്ലേ? 1981 കാലഘട്ടത്തിൽ 5 പൈസ കൊടുത്താൽ നീലി സ്യാഹി ഭരി ജാത്തി, നീല മഷി നിറച്ച് കിട്ടുമായിരുന്നു. ഒരു മഷിക്കുപ്പി, ഒരു പേനയ്ക്ക്, അല്ലെങ്കിൽ ഒരു പേന മഷി നിറയ്ക്കുവാൻ 5 പൈസ കൊടുത്താൽ മതിയായിരുന്നു. നീലയും കറുപ്പും മഷിയൊക്കെ ഉണ്ടാവും. ഏത് മഷിയാന്ന് പറഞ്ഞാൽ ആ മഷിക്ക് മഷി അവർ നിറച്ച് തരും. അപ്പം നീല മഷിക്ക് 5 പൈസ കൊടുത്താൽ അന്ന് ഒരു പേന നിറയെ മഷി കിട്ടുമായിരുന്നു. സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ ഡ്രാപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേ തെ. സ്റ്റേഷനറി കി ദുക്കാൻ വാലെ എന്നല്ല വേണ്ടത്, സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ. ദുക്കാൻ സ്ത്രീലിംഗമാണ്, പക്ഷേ ദുക്കാൻ വാല എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമായി. ദുക്കാൻ വാലെ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗം ബഹുവചനമായി കേട്ടോ. അപ്പം സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ, സ്റ്റേഷനറി കച്ചവടക്കാർ, ഡ്രോപ്പർ സെ പെൻമേം സ്യാഹി ഭർത്തേ തേ. ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഫില്ലർ ഉപയോഗിച്ചിട്ടാണ് മഷി പേനയിൽ നിറച്ച് കൊടുക്കാറുണ്ടായിരുന്നത്. മനസ്സിലായോ? അടുത്ത ഭാഗം നോക്കൂ. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. पेन में कुछ स्याही बची थी. साहिल की कलम में कुछ स्याही बची थी. സാഹിലിൻ്റെ പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. तो സ്യാഹി ഭർനെ കെ ലിയെ ദുക്കാൻ പഹുഞ്ച ഹെ നാ. മഷി നിറയ്ക്കാൻ വേണ്ടി കടയിലെത്തിയതല്ലേ. അപ്പം മഷി നിറയ്ക്കാമെന്ന പ്രതീക്ഷയോടുകൂടെ उसने क्या किया? उसे साहिल ने ज़मीन पर छिड़क दिया. अपनी कलम में बची हुई स्याही को साहिल ने ज़मीन पर छिड़क दिया. തൻ്റെ പേനയിൽ അവശേഷിച്ച മഷി സാഹിൽ നിലത്ത് കുടഞ്ഞു, ഒഴിവാക്കി. നയി സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. അങ്ങനെ പുതിയ മഷി നിറപ്പിക്കാം എന്ന് കരുതി, അല്ലെങ്കിൽ നിറപ്പിക്കുവാൻ വേണ്ടി ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ, 2 പേരും കടയിലെത്തി. ദോനോ കോൻ കോൻ ഹേ ദോനോ, ആരെല്ലാമാണ് 2 പേരും? സാഹിൽ ഓർ ബേല. നേരത്തെ പറഞ്ഞു സാഹിൽ ബേല. സാഹിൽ ആൺകുട്ടിയാണ്, ബേല പെൺകുട്ടിയാണ്. അപ്പോൾ കർത്താവ് ഒന്ന് പുല്ലിംഗവും ഒന്ന് സ്ത്രീലിംഗവും ആണെങ്കിൽ ക്രിയ പ്രയോഗിക്കുന്നത് പുല്ലിംഗം ബഹുവചനത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പഹുഞ്ചെ എന്ന് ക്രിയ പുല്ലിംഗം ബഹുവചനത്തിൽ പ്രയോഗിച്ചത്. ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേന മഷി നിറച്ച് തരൂ. ദോ എന്ന് പറഞ്ഞാൽ എന്താ? ദോക്ക് എത്ര അർത്ഥങ്ങളുണ്ട്? ദോ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. പിന്നെന്താ? ദേന, തരിക അല്ലെങ്കിൽ കൊടുക്കുക. അപ്പം ദോ തരൂ അല്ലെങ്കിൽ കൊടുക്കൂ അല്ലേ. പിന്നെ മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്. എന്താണത്? അനുമതി ബോധക സഹായക ക്രിയ.
ദേന എന്നത് അല്ലേ. കെഹിനെ ദോ പറയുവാൻ അനുവദിക്കൂ, അങ്ങനെ പറയാറുണ്ടല്ലോ, അതാണ് അനുമതി ബോധക സഹായക്രിയ. അങ്ങനെ ദോ എന്നതിന് കുറേ അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കൊടുത്ത അർത്ഥം എന്താണ്? ഏക്ക് പെൻ സ്യാഹി ഭർദോ, ഒരു പേന മഷി നിറച്ച് തരൂ എന്നുള്ളതാണ്. തരൂ എന്നുള്ളതാണ് കേട്ടോ. സാഹിൽ സെ പേലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹാ ഏക്ക് പെൻ സ്യാഹി ഭർദോ, യെ കിസ്നെ കഹാ, കിസ്നെ കിസ് സെ കഹാ, ആര് ആരോട് പറഞ്ഞു, ഒരു പേന മഷി നിറച്ച് തരൂ. ഏസാ കിസ്നെ കിസ് സെ കഹാ, ഇങ്ങനെ ആര് ആരോട് പറഞ്ഞു. ബേലാനെ ദുക്കാൻ വാലെ സെ കഹാ, അല്ലേ, ബേല കടക്കാരനോട് പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോട്ടൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ. ബോത്തൽ മാനെ ബോട്ടിൽ, മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ മകനെ, അല്ലേ മക്കളെ എന്ന് പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോട്ടൽ അഭി അഭി ഖാലി ഹോ ഗയി ഹെ, മഷിയുടെ ബോട്ടിൽ ഇപ്പോൾ ഒഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. അബ് തോ കൽഹി മിൽ പായേഗി, ഇനിയിപ്പം നാളെ തന്നെ ലഭ്യമാകുകയുള്ളൂ, മഷി നിറയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നാര് പറഞ്ഞു? ദുക്കാൻ വാലേനെ കഹ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി ദി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ. ബേല ബോലി, ബേല ബോലി, ബേല പറഞ്ഞു. ബേല എന്താ പറഞ്ഞത്? ലേക്കിൻ ഇസ്നെ തോ, ഇസ്നെ, ഇസ്നെ എന്നുള്ള രൂപം ഉണ്ടായത് യ എന്ന സർവനാമത്തിനോടുകൂടെ നേ എന്ന പരസർഗം ചേർന്നിട്ടാണ്. യ ജോഡിനെ ഇസ്നെ. അപ്പം യഹ് ആർക്ക് പകരം ഉപയോഗിച്ച വാക്കാണ്? ഇവൻ എന്നാണ്. യ എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത്, ഈ എന്നാണല്ലോ അല്ലേ. പക്ഷെ ഇവിടെ ബേല പറയുമ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സാഹിലിനെ കുറിച്ച്. അപ്പോൾ ഇവൻ എന്നാണ്. യഹിനോടുകൂടെ ഏത് വിഭക്തി പ്രത്യയം ചേരുമ്പോഴും അതിൻ്റെ രൂപം ഇസ് എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണിത് കേട്ടോ. ഇസ്നെ അതിൽ സർവനാമം ഏത്? അപ്പോൾ ഇസ് എന്ന് കണ്ടാൽ ഉടനെ ഓർക്കുക യഹിൻ്റെ പ്രത്യയസഹിത രൂപമാണ് എന്ന്. അപ്പോൾ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി ദി ഉസേ ഭി, ഉസേ, ഉസേ എന്നുള്ള രൂപം ഉണ്ടായത് എങ്ങനെയാണ്? വഹിനോടുകൂടെ കോ ചേർന്നപ്പോൾ, ഉസ്കോ അല്ലെങ്കിൽ ഉസേ. അപ്പോൾ വഹിൻ്റെ കാരകയുക്ത രൂപം അല്ലെങ്കിൽ പരസർഗയുക്ത രൂപം ഏതാണ്? വഹിൻ്റെത് ഉസ് എന്നും യഹിൻ്റെത് ഇസ് എന്നുമാണ്. വഹിൻ്റെത് ഉസ് എന്നും യഹിൻ്റെത് ഇസ് എന്നുമാണ്. അത് ഓർക്കണം. ലേക്കിൻ ഇസ്നെ തോ പെൻമേ ജോ സ്യാഹി ദി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ. പക്ഷേ ഇവൻ പേനയിൽ ഉണ്ടായിരുന്ന മഷിയും ജോ സ്യാഹി ഏതൊരു മഷിയായിരുന്നുവോ പെൻമേം ധി പേനയിൽ ഉണ്ടായിരുന്നത് ഉസേ ഭി അതും ജമീൻ പർ ചിടക് ദിയ നിലത്ത് കുടഞ്ഞു, നിലത്തേക്ക് ഒഴിച്ചു, നിലത്ത് കുടഞ്ഞു. ബേല ബോലി, ബേല പറഞ്ഞു, പറഞ്ഞു ബോലി. അപ്പം ബേലയ്ക്ക് പകരം സാഹിലാണെങ്കിൽ എന്ത് വരും? സാഹിൽ ബോല, അല്ലേ, സാഹിൽ പറഞ്ഞു. അതേസമയത്ത് ബോലിന് പകരം കെ വെച്ച് പറയുകയാണെങ്കിലോ ബേലാനെ കഹ, അല്ലേ, സാഹിലിനെ കഹ. എന്താ വ്യത്യാസം? ബോൽ അകർമ്മക ക്രിയയാണ്, കെ സകർമ്മക ക്രിയയാണ്. സകർമ്മക ക്രിയ ഭൂതകാലത്തിൽ പ്രയോഗിക്കുമ്പോൾ കർത്താവിനോട് കൂടെ നേപ്രത്യം ചേർക്കണം. കർത്താവിനോട് കൂടെ നേപ്രത്യം ചേർന്നാൽ ക്രിയ പുല്ലിംഗം ഏകവചനത്തിലാണ് പ്രയോഗിക്കുക. എപ്പോൾ? കർമ്മമില്ലെങ്കിൽ. തന്ന വാക്യത്തിൽ കർമ്മം ഉണ്ടെങ്കിൽ കർമ്മത്തിന് ക്രിയ മാറും, ഇല്ലെങ്കിൽ പുല്ലിംഗം ഏകവചനത്തിൽ ക്രിയ പ്രയോഗിക്കും. അത് മറ്റൊരു അവസരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. बादल को देखकर घड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा. കടക്കാരൻ ചേട്ടൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബാദൽ കോ ദേക്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. മേഘത്തെ കണ്ടിട്ട്, ദേക്കർ കണ്ടിട്ട്, മേഘത്തെ കണ്ടിട്ട്, ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ കുടത്തെ കമിഴ്ത്താൻ പാടില്ല. മേഘത്തെ കണ്ടിട്ട് കുടത്തെ കമിഴ്ത്താൻ പാടില്ല. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. എന്തുകൊണ്ടാണ് കടക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്താണ് അതിൻ്റെ അർത്ഥം? മേഘത്തെ കണ്ട് കുടം കമിഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബാദൽ ആകാശ് മേം ഛാ ജാത്തെ ഹൈ തോ ഹം സോച്ചത്തെ ഹൈ कि यह हमें मालूम होता है कि अभी पानी बरसने वाला है, അല്ലേ? ആകാശത്ത് മേഘം വ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഇപ്പോൾ മഴ പെയ്യാറായിട്ടുണ്ട് എന്ന്, അല്ലേ? അപ്പോൾ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും എന്ത് വരും? വെള്ളം കിട്ടുമല്ലോ, ധാരാളം വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലർ എന്ത് ചെയ്യാറുണ്ട്? മഴവെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി പാത്രങ്ങൾ
വെള്ളം വീഴുന്ന സ്ഥലത്ത് വെക്കാറുണ്ട്. അപ്പം നല്ല മഴ വരുന്നത് കണ്ടപ്പോൾ ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യാറുണ്ട്, പാത്രത്തിൽ അവശേഷിച്ച കുറച്ച് വെള്ളം അത് പുറത്തേക്ക് തൂത്ത് കളയും, പുറത്തേക്ക് ഒഴിവാക്കും. നിറയെ വെള്ളം പിടിക്കാലോ, നിറയെ വെള്ളം നിറച്ച് വെക്കാലോ എന്ന് കരുതിയിട്ട് പാത്രത്തിലുള്ള വെള്ളവും കൂടെ പുറത്തേക്ക് ഒഴിച്ചിട്ട് വെക്കാറുണ്ട്. വെള്ളം വരുന്ന സ്ഥലത്ത് പാത്രം വെക്കാറുണ്ട്. പക്ഷേ ആ സമയത്ത് നല്ല കാറ്റ് അടിച്ച് മേഘം പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകും, മഴ പോകും, വെയിൽ വരും അല്ലേ. അപ്പോൾ എന്താവും, പിടിച്ചു വെച്ച വെള്ളം അല്ലെങ്കിൽ പാത്രത്തിൽ അവശേഷിച്ച വെള്ളവും തൂത്തു, മഴയിട്ട് പെയ്തതും ഇല്ല അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ലേഖകൻ പറഞ്ഞത്, ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹീ ഡുലാനാ ചാഹിയേ. ഇവിടെ മഴ എന്ന് പറഞ്ഞ ഇവിടെ കടയിലേക്ക് എന്ത് ചെയ്യാണ്, വന്നു അല്ലേ. കടയിലേക്ക് വന്നാൽ എന്താ, മഷി നിറയ്ക്കാലോ എന്ന പ്രതീക്ഷയോടുകൂടെ കടയിലേക്ക് വന്നു. അപ്പോഴാണ് അറിയുന്നത് എന്ത്, അവിടെ മഷിക്കുപ്പി കാലിയായി, മഷി ഇവിടെ ഇല്ല, ഉള്ള മഷി തീർന്നു എന്നറിയുന്നത്. അപ്പം എന്തായി, മേഘത്തെ കണ്ട് കുടം കമിഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞ ആ ചൊല്ല് അവിടെ ശരിയായില്ലേ. അതാണ് കടക്കാരൻ പറഞ്ഞത്. അതായത് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ പുതിയ വസ്തുവിനെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമ്മളെ കയ്യിലുള്ള പഴയ വസ്തുവിനെ വലിച്ചെറിയരുത്, ഉപേക്ഷിക്കരുത്, നശിപ്പിക്കരുത് അല്ലേ. അതിന് കിട്ടിയതിന് ശേഷം, അല്ലെങ്കിൽ കിട്ടിയെന്ന് ഉറപ്പ് ആയിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, ഒഴിവാക്കിയാൽ മതി അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒന്നും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ബാദൽ കോ ദേക്കർ ഖഡേ കോ നഹീ ഡുലാനാ ചാഹിയേ, യേ കിസ്നെ കഹ ക്യോं കഹ. എന്തുകൊണ്ട്, ആരാണിത് പറഞ്ഞത്, ആരോട് പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. അത് ദുക്കാൻ വാലേനെ സാഹിൽ ഓർ ഭേലാസെ കഹ അല്ലേ. സാഹിലിനോടും ബേലയോടുമായിട്ടാണ് കടക്കാരൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ സാഹിൽ കടയിൽ നിന്ന് പുതിയ മഷി നിറയ്ക്കാം എന്ന് കരുതി പേനയിൽ അവശേഷിച്ച മഷി തൂത്തു അല്ലേ. അപ്പോൾ അതറിഞ്ഞപ്പോൾ കടക്കാരൻ പറയുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു പുതിയ വസ്തു കിട്ടുമെന്ന് കരുതി കൈവശമുള്ള പഴയ വസ്തുവിനെ ഉപേക്ഷിക്കാതിരിക്കുക എന്ന്. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതിനുശേഷം കടക്കാരൻ ചോദിക്കുകയാണ്, കോൺസീമേ പഠിത്തേ ഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന്. ഈ കിസുസേ പൂച്ചാ ഹോഗ, ആരോടായിരിക്കും കടക്കാരൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക, കോൺസീമേ പഠിത്തേ ഹോ എന്ന്. സാഹിലിനോട് അല്ലേ. കാരണം അവിടെ കർത്താവ് അവിടെ തുമ്മാണ്. ഹോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുമ്മാണ് അവിടെ കർത്താവ് എന്നല്ലേ. പിന്നെ പഠ് എന്നത് ക്രിയാധാതുവാണ്. ഈ പഠ് എന്ന ക്രിയാധാതുവിനോട് കൂടെ തേഹോ ചേർക്കുന്നത് സാമാന്യ വർത്തമാനകാലത്തിലാണ്. കർത്താവ് പുല്ലിംഗം ആവുമ്പോൾ പുല്ലിംഗം ആവുമ്പോഴാണ് തേഹോ വരുന്നത്. അപ്പോൾ അവിടെ സാഹിലിനോടാണ് ചോദിച്ചത്. പാഞ്ചുവീമേ 5ാം ക്ലാസ്സിൽ എന്ന്. ऐसा किसने कहा, ആരാണിത് പറഞ്ഞത്, സാഹിലിനെ कैसे कहा, എങ്ങനെയാ സാഹിൽ പറഞ്ഞത്. സാഹിലിനെ ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ വലിയ പാപമാണെന്ന രൂപത്തിൽ വളരെ വെറുപ്പോടുകൂടെയാണ് അവൻ പറഞ്ഞത്. 5ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ കടക്കാരൻ ചോദിക്കുക, ദോനോ, രണ്ടുപേരും എന്ന്. ദുക്കാൻ വാലേ ഭയ്യാനെ കഹ. അപ്പം ദോനോ. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, രണ്ടുപേരും എന്ന് വെച്ചപ്പോൾ ദോനോ और हम दोनों का सेक्शन भी एक ही है ए. बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. ഇത് ആരാ അതിനുള്ള മറുപടി പറഞ്ഞത്, ബേല അല്ലേ. കേസെ ബേലാനെ ഇസ്കാ ജവാബ് ദിയ, എങ്ങനെയാണ് ബേല അതിനുള്ള മറുപടി പറഞ്ഞത്, ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. വളരെ സന്തോഷത്തോടുകൂടെ ഇതൊരു വലിയ കാര്യമാണെന്ന രൂപത്തിലാണ് അവൾ പറഞ്ഞത്. എന്താ പറഞ്ഞത് അവൾ, ദോനോ, അതെ ഞങ്ങൾ രണ്ടുപേരും, और हम दोनों का सेक्शन भी एक ही है ए. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡിവിഷനിലുമാണ് പഠിക്കുന്നത് എ. അതായത് 5ാം തരം എയിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് എന്ന് വലിയ സന്തോഷത്തോടുകൂടെ ആണ് പറഞ്ഞത്. ഇതെന്തോ വലിയൊരു കാര്യമാണെന്ന രൂപത്തിൽ. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ
രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. പാസ് പാസ് ബൈഠത്തെ ഥേ. പാസ് പാസ് വളരെ അടുത്ത്, തൊട്ടടുത്ത് ആണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ. അവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ, ഒരേ ഡിവിഷനിൽ, ഒരേ ബെഞ്ചിൽ അടുത്തടുത്ത് ആണ് ഇരുന്ന് പഠിച്ചിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ ഥേ. നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യും. അതും ഒരേ വർക്ക്. സാഹിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ബേല ചെയ്യുമായിരുന്നു. കിത്താബ് പഠിത്തേ തോ ദോനോ കിത്താബ് പഠിത്തേ. പുസ്തകം പഠിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം പഠിക്കുമായിരുന്നു, പുസ്തകം വായിക്കുമായിരുന്നു. ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോട്ട്ബുക്ക് വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും, അതായത് പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം വായിക്കും. ബൽക്കി പാഠ് ബി ഏക്ക് ഹി പഠിത്തേ. പുസ്തകം വായിക്കുക എന്ന് മാത്രമല്ല, ഒരേ പാഠമാണ് വായിക്കുന്നത്. സാഹിൽ വായിക്കുന്ന അതേ പാഠം ബേലയും വായിക്കും. साहिल चमकुड़ी सन सतावन में वो तलवार पुरानी दी पढ़ता तो बेला भी चमकुड़ी सन सतावन में वो तलवार पुरानी दी പഠിത്തി थी. അവർക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് അന്നത്തെ പുസ്തകത്തിൽ സുഭദ്രാകുമാരി ചൗഹാൻ്റെ കവിത ഉണ്ടായിരുന്നു, ഝാൻസി റാണി എന്ന കവിത. അതിലൊരു ലൈനാണിത്, ചമക്കുടി സൻ സതാവൻ മേ വോ തൽവാർ പുരാനി തി. ഈ ലൈനാണ് സാഹിൽ വായിക്കുന്നതെങ്കിൽ ബേലയും എന്ത് ചെയ്യും? അതേ ലൈൻ തന്നെ, ചമക്കുടി സൻ സതാവൻ മേ വോ തൽവാർ പുരാനി തി പഠിത്തി തി. അവളും അത് തന്നെ പഠിക്കുമായിരുന്നു. അപ്പം മനസ്സിലായോ? രണ്ടുപേരും ഒരേ വർക്കാണ് ചെയ്യുന്നത്. ഒരേ ക്ലാസ്സിൽ, ഒരേ ഡിവിഷനിൽ, ഒരേ ബെഞ്ചിൽ അടുത്തടുത്ത് ഇരുന്ന് ഒരേ വർക്കുകൾ ചെയ്യുന്നു. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ? രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബേലാക്ക് എത്തി. ബേല പറയുമായിരുന്നു, ബഹൻജി പാനി പീനെ ചലി ജാവൂ. വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. ബഹൻജി അവിടെ ടീച്ചറിനെ വിളിക്കുന്നത് സിസ്റ്റർ എന്നാണ് അവർ. അപ്പോൾ നമ്മളിവിടെ ടീച്ചർ എന്ന് പറയുന്നതിന് പകരം അവർ വിളിക്കുന്നത് എന്താണ്? ബഹൻജി എന്നാണ്. പാനി പീനെ ചലി ജാവോ, വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. സാഹിൽ ബി കഥ. അപ്പോൾ സാഹിലും പറയും, ബഹൻജി പാനി പീനെ ചലാ ജാവൂ. സിസ്റ്റർ പാനി പീനെ ചലാ ജാവും, വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന്. അവിടെ ആ സെൻറ്റൻസിലുള്ള വന്ന മാറ്റം നോക്കൂ. ബേല പറയുമ്പോൾ ചലി ജാവും, സാഹിൽ പറയുമ്പോൾ ചലാ ജാവും. മനസ്സിലായോ? രണ്ടും സംഭാവ്യ ഭവിഷ്യത് കാലത്തിലാണ് ക്രിയകൾ, ജാവും ജാവും. പക്ഷേ ബേല പറയുമ്പോൾ ചലി ജാവും എന്ന് പറയുന്നു, സാഹിൽ പറയുമ്പോൾ ചലാ ജാവും എന്ന് പറയുന്നു. ഇത്രയും പാഠഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പാഠഭാഗം നന്നായി വായിച്ച് വാക്കുകളുടെ അർത്ഥം നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതോടൊപ്പം നന്നായി ആശയം മനസ്സിലാക്കുക. പാഠഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. നന്ദി.